ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ അറിയിച്ച് കോഴിക്കോട്ടും SFIയുടെ നേതൃത്വത്തിൽ ഇൻകം ടാക്സ് ഓഫീസ് മാർച്ച്. ചെറുവണ്ണൂർ ജിഷ്ണുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന് കുടുംബം. ജ്യോതിഷത്തോടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ചിറ്റമ്മ നയമെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി. രണ്ടു വർഷം പൂർത്തിയാകുമ്പോഴും കല്ലായിപ്പുഴ ആഴം കൂട്ടൽ എങ്ങുമെത്തിയില്ല. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ അറിയിച്ച് SFIയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് മാർച്ചിൽ അണിനിരന്നത്. രാവിലെ 10:30 തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന മാർച്ച് ഉച്ചയ്ക്ക് 12:30യോടെയാണ് ആരംഭിച്ചത്. മലബാർ ക്രിസ്ത്യൻ കോളേജിന് സമീപത്തു നിന്നും തുടങ്ങിയ മാർച്ച് മാവൂർ റോഡ് ജംഗ്ഷനിലൂടെ പുതിയ ബസ് സ്റ്റാൻഡ് പിന്നിട്ട് പാവമണി റോഡിലൂടെ മാനാഞ്ചിറയിലെത്തിയാണ് ആദായ നികുതി ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. ഗേറ്റിന് 100 മീറ്റർ അകലെ പോലീസ് ബാരിക്കേഡുകൾ കെട്ടി മാർച്ച് തടഞ്ഞു. ഓടിയെത്തിയ വിദ്യാർത്ഥികൾ ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിച്ചതോടെ ജലപീരങ്കി ഉപയോഗിച്ചു. ഇതോടെ പ്രതിഷേധം ശക്തമാക്കിയ വിദ്യാർത്ഥികൾ ഒരു ബാരിക്കേഡ് മറിച്ചിട്ടു. 20 മിനിറ്റോളം തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചിട്ടും വിദ്യാർത്ഥികൾ പിന്മാറിയില്ല. രണ്ടാം തവണയും ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി N. ആദിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സരോദ് ചങ്ങാടത്ത് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം S. നന്ദന, ജോയിന്റ് സെക്രട്ടറിമാരായ P. സ്വരാഗ്, അശ്വന്ത് ചന്ദ്ര, ജില്ലാ സെക്രട്ടറി TP അമൽരാജ്, KC ഫർഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. SFI സംസ്ഥാന കമ്മിറ്റി 102 ഇന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയ അവകാശ പത്രിക അംഗീകരിക്കുക, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, 4 ആഴ്ചയായി ഡൽഹിയിൽ നിരാഹാര സമരം നടത്തിവരുന്ന വിദ്യാഭ്യാസ പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ വിട്ടയക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മാർച്ച് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കല്ലായിപ്പുഴ ആഴംകൂട്ടൽ 2 വർഷം പൂർത്തിയാകുമ്പോഴും പണികൾ എങ്ങുമെത്തിയിട്ടില്ല. 2024 ഒക്ടോബർ 23-നാണ് കല്ലായിപ്പുഴ ആഴംകൂട്ടൽ പ്രവർത്തികൾ ആരംഭിച്ചത്. 1 വർഷം കൊണ്ട് ആഴംകൂട്ടൽ പൂർത്തിയാക്കാനാണ് കരാർ നൽകിയിരുന്നത്. കടുപ്പിനി മുതൽ കോതി വരെയുള്ള 4.2 കിലോമീറ്ററിലെ അടിഞ്ഞുകൂടിയ എക്കൽ, ചെളി, മരത്തടികൾ, മാലിന്യം എന്നിവ നീക്കം ചെയ്ത് പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് വീണ്ടെടുക്കാനാണ് പദ്ധതി തുടങ്ങിയത്. എന്നാൽ പലതവണ പദ്ധതി നിർത്തിവെക്കുകയും വീണ്ടും തുടങ്ങുകയും ചെയ്തു. 2.7 മീറ്റർ ആഴത്തിലാണ് ചെളി നീക്കേണ്ടത്. പ്രവൃത്തിക്ക് 12.98 കോടി രൂപയുടെ ടെൻഡറിന് 2024 ജൂലൈയിലാണ് അനുമതിയായത്. റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ 4.5 കോടി രൂപയ്ക്കാണ് ആദ്യം പദ്ധതി ആവിഷ്കരിച്ചത്. എന്നാൽ ഈ തുകയ്ക്ക് പണി ചെയ്യാനാകില്ലെന്ന് കരാറുകാർ അറിയിച്ചതോടെ പ്രവൃത്തി നടന്നില്ല. പിന്നീട് പലവട്ടം ടെൻഡർ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. 7.9 കോടി രൂപ അനുവദിച്ച് നടത്തിയ ടെൻഡറിലും ആരും പ്രവൃത്തി ഏറ്റെടുത്തില്ല. തുടർന്ന് 2024 5.07 കോടി രൂപ അധികം നൽകാൻ കോർപ്പറേഷൻ തീരുമാനിക്കുകയായിരുന്നു. 2024 ജൂലൈയിൽ ജലസേചന വകുപ്പ് ടെൻഡറിന് അനുമതി നൽകി. വെസ്റ്റ് കോസ്റ്റ് ഡ്രഡ്ജിംഗ് കമ്പനിക്കാണ് ചെളി നീക്കാൻ കരാർ നൽകിയത്. 2024 ഒക്ടോബർ 23-ന് ഉദ്ഘാടനം ചെയ്തെങ്കിലും ആഴംകൂട്ടൽ തുടങ്ങിയത് 4 മാസം കഴിഞ്ഞാണ്. 2025 ഫെബ്രുവരി 21-ന് ജോലി ആരംഭിച്ചു. എന്നാൽ 3 മാസം പിന്നിട്ടപ്പോൾ നിർത്തി.
കാലവർഷം കനത്തതോടെ പണി മെയ് 31 നിർത്തിവെക്കുകയായിരുന്നു. പിന്നീട് ഒക്ടോബറിൽ പുനരാരംഭിച്ചു. നിലവിൽ പുഴയുടെ മധ്യത്തിൽ 50 മീറ്ററിലൂടെയാണ് ആഴം കൂട്ടുന്നത്. ഈ മണ്ണ് കടലിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതായും പറയപ്പെടുന്നു. ഇതിന് കൃത്യമായ കണക്ക് ലഭ്യമായിട്ടില്ല. 13 കോടിയുടെ പദ്ധതി 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ 2 വർഷമായിട്ടും ആഴം കൂട്ടൽ ഇഴഞ്ഞു നീങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചെറുവണ്ണൂർ BC റോഡ് കമാനപ്പാലം നാറാണത്ത് ജിഷ്ണുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. നേരത്തെ നടത്തിയ ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമല്ലെന്നും കുടുംബം കുറ്റപ്പെടുത്തി. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർ ആരോപണ വിധേയരായ സാഹചര്യത്തിൽ കേസിന്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നാണ് ജിഷ്ണുവിന്റെ പിതാവ് N. സുരേഷ്, അമ്മ N. ഗീത എന്നിവർ ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഇത് സംബന്ധിച്ച നിവേദനം നൽകി. ഫാബ്രിക്കേഷൻ ജോലിക്കാരനായിരുന്ന ജിഷ്ണു 2022 ഏപ്രിൽ 26 രാത്രി വീടിന് സമീപത്തെ വഴിയിലാണ് മരിച്ചത്. നല്ലളം സ്റ്റേഷനിലെ 2 പോലീസുകാർ വീട്ടിൽ തിരഞ്ഞെത്തിയതിന് പിന്നാലെയായിരുന്നു മരണം. ഇതിനാലാണ് പോലീസുകാരുടെ മർദ്ദനമേറ്റാണ് ജിഷ്ണു മരിക്കാൻ ഇടയായതെന്ന് കുടുംബം സംശയിക്കുന്നത്. ജിഷ്ണുവിന്റെ കാർ പോലീസ് കൈകാണിച്ചപ്പോൾ നിർത്താതെ പോയെന്നും ഇതിന് കൽപ്പറ്റ സ്റ്റേഷനിൽ പെറ്റി കേസ് ഉണ്ടെന്നും പറഞ്ഞാണ് മഫ്തിയിൽ 2 പോലീസുകാർ എത്തിയത്. അമ്മ ഗീതയുടെ ഫോണിൽ നിന്നും അന്ന് രാത്രി 9:35 ജിഷ്ണുവിനെ വിളിക്കുകയും കേസുള്ള വിവരം അറിയിക്കുകയും ചെയ്തു. പിന്നീട് 9:46 ജിഷ്ണു തിരികെ വിളിച്ച് വന്നത് പോലീസാണെന്നും പിഴ അടയ്ക്കാമെന്നും വീട്ടിലേക്ക് വരികയാണെന്നും അമ്മയെ അറിയിച്ചു. രാത്രി 10:23 ചെറുവണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പരിചയക്കാരൻ വിളിച്ച് ജിഷ്ണു അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലാണെന്ന് അച്ഛൻ സുരേഷിനെ അറിയിച്ചു. ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചതായി സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വാരിയെല്ലിന് പൊട്ടലുകൾ ഉള്ളതായും തൊണ്ടയിൽ അസ്വാഭാവികമായ കുഴിയും കണ്ടെത്തിയിരുന്നു. ഇതോടെയാണ് മകനെ പോലീസ് മർദ്ദിച്ചതായി സംശയം ഉയർന്നതെന്ന് സുരേഷ് പറഞ്ഞു. എന്തെങ്കിലും അപകടം പറ്റിക്കാൻ പെട്ടെന്നെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാന്ന് ഓല ചെയ്തില്ല. ഓല അധീനത്തിലുള്ള ഓലക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന ഒരു ഓട്ടോറിക്ഷക്കാരുണ്ട്. എല്ലാ ഗുണ്ടായുസത്തിനും എല്ലാ കാര്യത്തിനും മുന്നോട്ടും എല്ലാ കാര്യം ചെയ്യണം. ആ ഓട്ടോറിക്ഷ വരുന്ന വരെ ഓല് വെയിറ്റ് ചെയ്യും. ആ ഓട്ടോറിക്ഷയിൽ മാത്രം കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ മരണപ്പെട്ടിരുന്നു. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലുടനീളം കേസ് അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് നടത്തിയതെന്നും കുടുംബം ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകളിൽ ഒരു ഇടവേള. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്, ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. കുറഞ്ഞ വിലയിൽ മികച്ച നിലവാരമുള്ള വസ്ത്രങ്ങൾ തേടുകയാണോ നിങ്ങൾ? എങ്കിൽ കോഴിക്കോട് CSI ഹാളിൽ നടക്കുന്ന വമ്പൻ വസ്ത്ര ഹാൻഡ്ലൂം മേളയിലേക്ക് സ്വാഗതം. കോട്ടൺ സിൽക്ക് സാരികൾ, ഡ്രസ് മെറ്റീരിയൽസ്, ടോപ്പുകൾ, മോഡൽ സിൽക്ക് സാരികൾ, കൈത്തറി വസ്ത്രങ്ങൾ, ബോഡി കുർത്ത, സ്യൂട്ട് പീസുകൾ, ഒഡീഷ സാരികൾ, ബംഗാളി സാരികൾ തുടങ്ങി നിരവധി മനോഹരമായ ഡിസൈനുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ജയ്പൂർ സ്റ്റോൺ ജ്വല്ലറി, മസ്ലിൻ സാരികൾ, ബെഡ്ഷീറ്റ് തുണികൾ, കുഷൻ കവറുകൾ, കർട്ടനുകൾ, സോഫ കവറുകൾ എന്നിവയും പ്രത്യേക ആകർഷണങ്ങളാണ്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക ഓഫർ വില. ദിവസവും രാവിലെ 10:30 മുതൽ 9 വരെ മേള സന്ദർശിക്കാം. CSI ഹാൾ, കോഴിക്കോട്.
കൂടുതൽ വിവരങ്ങൾക്ക് 8095688238 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. CSI ഹാളിലെ വസ്ത്ര ഹാൻഡ്ലൂം മേള ഓഗസ്റ്റ് 2 വരെ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജ്യോതിഷത്തോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ചിറ്റമ്മ നയമെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി. ജ്യോതിഷം കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം തള്ളിയത് പുനഃപരിശോധിക്കണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിരുദ സ്റ്റിയറിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനം തീർത്തും നിരാശാജനകമാണെന്നും പുനഃപരിശോധിക്കണമെന്ന ആവശ്യത്തിന്മേൽ അനുകൂല നടപടിയുണ്ടായില്ലെങ്കിൽ സംസ്ഥാന വ്യാപക പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പണിക്കർ സർവീസ് സൊസൈറ്റി സംസ്ഥാന ചെയർമാൻ ബേപ്പൂർ TK മുരളീധര പണിക്കർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർവകലാശാല അത് രണ്ട് രീതിയിൽ പഠിക്കാതെ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ ജ്യോതിഷം ഒരു അന്ധവിശ്വാസം എന്നുള്ളതായിരിക്കുന്ന ലെവലിലാണ് പലരും. 4,42,000 പറഞ്ഞ ശ്ലോകങ്ങളിലായിരിക്കുന്നൊരു പഴയ ജ്യോതിശാസ്ത്രങ്ങളാണ്. അതിൻ്റെ ആഴത്തിലേക്ക് അത് ഇറങ്ങി പഠിക്കാത്തതുകൊണ്ടുള്ള വിഷയമില്ല. അപ്പോൾ ജ്യോതിഷം എന്ന് കേട്ടാൽ വേഗം അന്ധവിശ്വാസ ഗണത്തിക്കാണ്ട് എടുത്തുകളയും. ബിരുദ സ്റ്റിയറിംഗ് കമ്മിറ്റി ജ്യോതിഷം സിലബസിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം തള്ളിയത് പുനഃപരിശോധിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ജ്യോതിഷത്തെ അന്ധവിശ്വാസമെന്ന് ചാപ്പകുത്തി അകറ്റി നിർത്താൻ ശ്രമിക്കുന്നവരുടെ കുടില ബുദ്ധിയാണ് ഇതെന്നും ഭാരവാഹികൾ ആരോപിച്ചു. ജ്യോതിഷ പഠനം നിർബന്ധമാക്കണമെന്നല്ല, പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഒരുക്കണമെന്നാണ് സൊസൈറ്റി ആവശ്യപ്പെടുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ EM രാജാമണി, MP വിജീഷ് പണിക്കർ, അനിൽ പണിക്കർ, TK വിദ്യാധരൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുട്ടികളുടെ അവകാശങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി T. സിദ്ദിഖ് കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ പ്രീ പ്രൈമറി TTC, മോണ്ടിസോറി TTC ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ശിലയിട്ടുകൊണ്ടുള്ള പഠനക്രിയയാണ് പ്രീ പ്രൈമറി TTC, മോണ്ടിസോറി TTC എന്നിവ. കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ 24ാമത് പ്രീ പ്രൈമറി TTC, മോണ്ടിസോറി TTC ബിരുദദാന ചടങ്ങ് കോഴിക്കോട്ട് നടന്നു. മന്ത്രി T. സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ അവകാശങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. കുട്ടികളാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി അവരാണ്. പഴയ അന്തരീക്ഷമല്ല. ഇന്ന് മൈക്രോ ന്യൂക്ലിയർ ഫാമിലികളാണ്. ഓരോ പൗരനും അവരുടേതായിരിക്കുന്ന വിലയുണ്ട്. കൊച്ചുകുട്ടികൾക്ക് അവരുടേതായിരിക്കുന്ന അധികാരങ്ങളും അവകാശങ്ങളുമുണ്ട്. അതൊക്കെ ചേർത്ത് നിർത്തി പകർന്നു നൽകി വലിയ വിശ്വപൗരന്മാരിലേക്ക് അവരെ മാർഗദർശിത്വം നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിളക്കുമാടങ്ങളായി നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് KEC ഡയറക്ടർ സതീശൻ കൊല്ലറയ്ക്കൽ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ MLA മുഖ്യാതിഥിയായി. കൗൺസിൽ രക്ഷാധികാരി MA ജോൺസൺ, P. സിദ്ധാർത്ഥൻ, പ്രതാപ് മണാലിസ, രജിത MR എന്നിവർ സംബന്ധിച്ചു. 207 അധ്യാപികമാർ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 12ാമത് എലിസ്റ്റോ ടെഫ ഫുട്ബോൾ ടൂർണമെന്റിൽ പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ ആവേശകരമായി പുരോഗമിക്കുന്നു. കോഴിക്കോട് ചെറുവണ്ണൂർ അഡ്രസ് ടർഫ് ഗ്രൗണ്ടിൽ ഫാത്തിമ തഹ്ലിയ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കളിക്കളത്തിൽ 12 ടീമുകൾ അണിനിരന്ന മാർച്ച് പാസ്റ്റോടെയാണ് ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചത്. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ടീം ടർഫിസം ഉയർത്തിയ സന്ദേശ ബാനർ ശ്രദ്ധേയമായി. ടൂർണമെന്റ് ഫാത്തിമ തഹ്ലിയ MLA കിക്ക് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ടെഫ ചെയർമാൻ ആദം OG അധ്യക്ഷനായിരുന്നു. എലിസ്റ്റോ പ്രതിനിധി PT ഫൈസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. CA ഉമ്മർ കോയ, PV മുഹമ്മദ് യൂനുസ്, ഹാഷിം കടക്കലകം,
ഷിഫ്സു റഹ്മാൻ തുടങ്ങിയവരും സംബന്ധിച്ചു. വ്യാഴാഴ്ച നടന്ന മത്സരങ്ങളിൽ യങ്സ്റ്റേഴ്സ് വിഭാഗത്തിൽ ടർഫ് മാസ്റ്റേഴ്സ് 2-1 ടാസ്ക് ചെമ്മങ്ങാടിനെയും ടീം മെയ്ഡ് 2-1 ടീം ടർഫിസത്തെയും പരാജയപ്പെടുത്തി. മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ ടീം ദോസ്തി 2-0 കീപ് സൈക്കിനെയും അൽമാസ് 3-1 മിയോറ ഗോൾഡിനെയും തോൽപ്പിച്ചു. സെമി ഫൈനൽ ശനിയാഴ്ചയും ഫൈനൽ റൗണ്ട് ഞായറാഴ്ച വൈകിട്ടും നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്, ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. കുറഞ്ഞ വിലയിൽ മികച്ച നിലവാരമുള്ള വസ്ത്രങ്ങൾ തേടുകയാണോ നിങ്ങൾ? എങ്കിൽ കോഴിക്കോട് CSI ഹാളിൽ നടക്കുന്ന വമ്പൻ വസ്ത്ര ഹാൻഡ്ലൂം മേളയിലേക്ക് സ്വാഗതം. കോട്ടൺ സിൽക്ക് സാരികൾ, ഡ്രസ് മെറ്റീരിയൽസ്, ടോപ്പുകൾ, മോഡൽ സിൽക്ക് സാരികൾ, കൈത്തറി വസ്ത്രങ്ങൾ, ബോഡി കുർത്ത, സ്യൂട്ട് പീസുകൾ, ഒഡീഷ സാരികൾ, ബംഗാളി സാരികൾ തുടങ്ങി നിരവധി മനോഹരമായ ഡിസൈനുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ജയ്പൂർ സ്റ്റോൺ ജ്വല്ലറി, മസ്ലിൻ സാരികൾ, ബെഡ്ഷീറ്റ് തുണികൾ, കുഷൻ കവറുകൾ, കർട്ടനുകൾ, സോഫ കവറുകൾ എന്നിവയും പ്രത്യേക ആകർഷണങ്ങളാണ്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക ഓഫർ വില. ദിവസവും രാവിലെ 10:30 മുതൽ 9 വരെ മേള സന്ദർശിക്കാം. CSI ഹാൾ, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്ക് 8095688238 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. CSI ഹാളിലെ വസ്ത്ര ഹാൻഡ്ലൂം മേള ഓഗസ്റ്റ് 2 വരെ. വാർത്തകൾ തുടരുന്നു. കാഫ് ദുബായ് നോവൽ പുരസ്കാരം 2026 P സുരേഷിന്റെ മറദിക്ക് 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഓഗസ്റ്റ് 15 കോഴിക്കോട്ട് നടക്കുന്ന ചടങ്ങിൽ സമർപ്പിക്കും. കഴിഞ്ഞ 3-4 വർഷങ്ങളായി UAE കലാ സാംസ്കാരിക രംഗത്ത് സജീവമായി നിലനിൽക്കുന്ന ഒരു കൂട്ടായ്മയാണിത്. UAE കലാ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ സജീവമായി ഇടപെട്ടു വരുന്ന കാഫ് ദുബായ് സംഘടിപ്പിച്ച പ്രഥമ നോവൽ മത്സരത്തിലെ പുരസ്കാര ജേതാവായി P സുരേഷിനെ തെരഞ്ഞെടുത്തു. P സുരേഷിന്റെ മറദി എന്ന കൃതിക്കാണ് നോവലിനുള്ള പുരസ്കാരം. ഏറ്റവും മികച്ച നോവലായി കാഫ് ദുബായ് നോവൽ പുരസ്കാരം 2026 P സുരേഷിന്റെ മറദി എന്ന നോവലിന് നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. P സുരേഷിന്റെ മറദി എന്നുള്ള നോവൽ മലബാറിലെ ഉള്ളിച്ചേരി എന്ന ഗ്രാമവും അവിടുത്തെ സാധാരണ മനുഷ്യരും നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയ ചരിത്രമാണ് വിവരിക്കുന്നത്. ഓഗസ്റ്റ് 15 ശനിയാഴ്ച വൈകിട്ട് കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ വെച്ചാണ് പുരസ്കാര സമർപ്പണം നടക്കുക. എഴുത്തുകാരനും പത്രാധിപരുമായ സുഭാഷ് ചന്ദ്രൻ സാഹിത്യ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പുരസ്കാരം സമർപ്പിക്കും. ഡോക്ടർ P പവിത്രൻ നോവലിലെ സൗന്ദര്യവും രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും. 25,000 രൂപയും ആർട്ടിസ്റ്റ് നിസാർ ഇബ്രാഹിം രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വാർത്താ സമ്മേളനത്തിൽ പുരസ്കാര നിർണയ സമിതി അംഗം ഡോക്ടർ C ഗണേഷ്, സംഘാടക സമിതി കൺവീനർ ഫൈസൽ ബാവ, കാഫ് ദുബായ് പ്രവർത്തകരായ K ഗോപിനാഥൻ, റസീന KP, അഷറഫ് കാവുംപുറം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ബേപ്പൂർ പബ്ലിക് ലൈബ്രറി പ്രതിഭാ സംഗമം നടത്തി. പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് അനുമോദനം നൽകി. ഡോക്ടർ KP സന്തോഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ പബ്ലിക് ലൈബ്രറി അക്ഷരം ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ LSS, USS, SSLC, +2 വിജയികളെ അനുമോദിച്ചു. കാലിക്കറ്റ് സർവകലാശാല എമിറിറ്റസ് പ്രൊഫസറും ന്യൂക്ലിയർ സയന്റിസ്റ്റുമായ ഡോക്ടർ KP സന്തോഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരവും അദ്ദേഹം നൽകി. ബാലവേദി കോർഡിനേറ്റർ P. വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംഗമത്തിൽ ലൈബ്രറി പ്രസിഡന്റ് M. രാജഗോപാൽ, സെക്രട്ടറി പ്രേമരാജ് PN, ജയചന്ദ്രൻ P, ഉമ്മർ PP, ഉഷാകുമാരി KK, വിനീത വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് CK സുധീർ കുമാർ 35 പുസ്തകങ്ങൾ ലൈബ്രറിയുടെ പുസ്തക ശേഖരത്തിലേക്ക് നൽകി. PN പ്രകാശൻ, വസീം അഹമ്മദ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഓണം മെഗാ ക്യാമ്പയിൻ ആരംഭിച്ചു. 10 കോടി രൂപയുടെ ഓഫറുകളും 3 കാറുകളുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോട്ട് നടന്ന ചടങ്ങിൽ കാറുകളുടെ അനാച്ഛാദനം മന്ത്രി T. സിദ്ദിഖ് നിർവഹിച്ചു. ജൂലൈ 24 മുതൽ സെപ്റ്റംബർ 21 വരെ നീണ്ടു നിൽക്കുന്ന മെഗാ ഓഫർ മേളയിൽ കേരളത്തിലെ എല്ലാ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിലും ഉപഭോക്താക്കൾക്കായി 10 കോടിയിലധികം രൂപയുടെ ഓഫറുകളും സമ്മാനങ്ങളുമാണ് കാത്തിരിക്കുന്നതെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. കാറുകൾ കൂടാതെ ടെലിവിഷൻ, ഫ്രിഡ്ജ്, എയർ കണ്ടീഷണർ, വാഷിംഗ് മെഷീൻ, സ്വർണ്ണ നാണയങ്ങൾ തുടങ്ങി നിരവധി ആകർഷക സമ്മാനങ്ങളും വിജയികൾക്ക് സമ്മാനിക്കും. 500 രൂപയുടെ ഓരോ വാങ്ങലിനും ഒരു സമ്മാന കൂപ്പൺ വീതം ലഭിക്കും. കൂടുതൽ തുകയുടെ വാങ്ങലുകൾക്ക് കൂടുതൽ കൂപ്പണുകൾ കരസ്ഥമാക്കാനും അതുവഴി കൂടുതൽ വിജയസാധ്യതയും ലഭിക്കും. ക്യാമ്പയിൻ കാലയളവിൽ ഉടനീളം എല്ലാ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിലും മെഗാ ഡിസ്കൗണ്ട് മേളയും സംഘടിപ്പിക്കും. ഗ്രോസറി, ഫ്രഷ് ഫുഡ്, ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ, ഫാഷൻ, ദൈനംദിന അവശ്യ വസ്തുക്കൾ തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലും ഓണം ഓഫറുകളും വിലക്കിഴിവും ലഭ്യമാണെന്നും കമ്പനി അധികൃതർ പറഞ്ഞു. ഇതിൽ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീക്കിലി എടുക്കുന്ന ലക്കി ഡ്രോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എടുത്ത വിന്നറിനെ മാത്രമേ നമ്മൾ റിമൂവ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള അതേ കസ്റ്റമേഴ്സിന് നെക്സ്റ്റ് വീക്കും അവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ബമ്പർ പ്രൈസ് വരെ. ഇപ്പോൾ ഗിഫ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ പ്രൊഡക്റ്റിലൊന്നും നമ്മൾ പ്രൈസ് കുറയ്ക്കാണ്ടിരിക്കുന്നില്ല, അതും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കമ്പനികൾ നൽകുന്ന എല്ലാ ഓഫറുകളും, ക്യാഷ് ബാക്ക് ഓഫർ, കോംബോ ഓഫർ, എല്ലാ ഓഫറും ഇതിനു പുറമെ നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിക്കുകയാണ്. ക്യാമ്പയിന്റെ ഉദ്ഘാടനം കോഴിക്കോട്ട് നടന്ന ചടങ്ങിൽ മന്ത്രി T. സിദ്ദിഖ് നിർവഹിച്ചു. വാർത്താ സമ്മേളനത്തിൽ നെസ്റ്റോ റീജിയണൽ HR ഹെഡ് റയീസ്, റീജിയണൽ ഓപ്പറേഷൻസ് മാനേജർമാരായ സുഗിലേഷ്, അലി നവാസ്, സനോജ്, ബൈയിങ് ഹെഡുമാരായ അൽ റുവൈസ് ഖാൻ, റംഷിഖ്, നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഇന്ത്യ മീഡിയ ആൻഡ് മാർക്കറ്റിംഗ് ജനറൽ മാനേജർ ജൈലാദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ അറിയിച്ച് കോഴിക്കോട്ടും SFIയുടെ നേതൃത്വത്തിൽ ഇൻകം ടാക്സ് ഓഫീസ് മാർച്ച്. ചെറുവണ്ണൂർ ജിഷ്ണുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന് കുടുംബം. ജ്യോതിഷത്തോടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ചിറ്റമ്മ നയമെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി. രണ്ടു വർഷം പൂർത്തിയാകുമ്പോഴും കല്ലായിപ്പുഴ ആഴം കൂട്ടൽ എങ്ങും എത്തിയില്ല.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.